ഞങ്ങളെ മന്ത്രി വിളിപ്പിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പം മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് അടിയന്തരമായി യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞതിന് തയ്യാറാണ്. ഞങ്ങൾ മന്ത്രിയോട് പറഞ്ഞത് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിച്ച് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഞങ്ങൾ മന്ത്രിയെ അറിയിച്ചു. അല്ല, അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണല്ലോ മന്ത്രിയുടെ താല്പര്യം. കാരണം അതൊരു സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അതിനോട് യോജിച്ചു. കാരണം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നലെ ഞങ്ങളതാ പറഞ്ഞത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇല്ല, ഞങ്ങൾ കണ്ടില്ല വൈസ് ചാൻസലറെ. കഴിഞ്ഞ മെയ് 27-നാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. ഈ മെയ് 27-ന് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതി വിളിക്കണം. 59-ാമത്തെ ദിവസമാണ് ജൂലൈ 26 അന്ന് വിളിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റ് വിളിച്ചാൽ ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല, ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഈ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇല്ല, ഒന്നുമില്ല, പ്രപ്പോസലൊന്നും വിളിച്ചില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചെങ്കിലല്ലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടത്? വൈസ് ചാൻസലറാണ്. പക്ഷേ BC അല്പസമയം മുമ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം പക്ഷേ നിലപാടിൽ മാറ്റിയിട്ടില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സസ്പെൻഷൻ നടപടി തുടരും എന്നുള്ള നിലപാട് തന്നെയാണ് മന്ത്രിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നമുക്കറിയത്തില്ല. അദ്ദേഹമായിട്ട് സംസാരിച്ച് എന്താണെന്ന് നമുക്കറിയത്തില്ല. ശരി. ഈ രജിസ്ട്രാറിന്റെ അനിൽകുമാർ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടിന്റെ അയവ് വന്നിട്ടുണ്ടോ? നിങ്ങൾ നിലപാട് ഉറച്ചു നിൽക്കുകയാണോ? അല്ല, രജിസ്ട്രാർ KS അനിൽകുമാർ തന്നെയാണല്ലോ ഇപ്പോഴും.